بسم الله الرحمن الرحيم ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആന്റെ ഖത്മ് തീർക്കുന്ന ക്ലാസ്സിലാണ് നമുക്ക്. ഇന്ന് 7ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസ്ഹഫിലെ 15ാമത്തെ പേജിലെ 95 ആയത്തുകൾ വരെയാണ് നാം ഇതുവരെ സൂറത്തുൽ ബഖറയുടെ 95 ആയത്തുകളാണ് ഇതുവരെ ഓതിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 96ാമത്തെ ആയത്ത് മുതലാണ് ഓതുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? വളരെ മനോഹരമായിട്ട് കഴിവിന്റെ പരമാവധി നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്ത് പഠിക്കണം. അതനുസരിച്ച് ഓതുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനും ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولتجدنهم أحرص الناس. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി നമുക്ക് പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. സാധാരണക്കാരായ ആളുകൾക്ക് ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉള്ളതാണ് ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്, നാം അയക്കുന്ന ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് താഴെയുള്ള നമ്മുടെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ പിന്നെ പുരുഷന്മാരെ അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടേതായ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയപ്പിക്കുക. അതുപോലെ തന്നെ നാം അയക്കുന്ന വീഡിയോകൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരണമെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഓൺ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യുക, കുട്ടികളോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവരത് ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായി നമ്മുടെ അയക്കുന്ന ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ ചെറിയ നിലക്ക് പിന്നെ മറ്റു ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അത് എന്ത് ചെയ്യുക, താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا وَلَتَجِدَنَّهُمْ ശദ്ദുള്ള നൂന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അഹ്റസൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യുന്ന അക്ഷരം സുക്കൂൻ കൊടുക്കുകയും തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ മദ് ആരിദ് വരും അല്ലെ. ഉദാഹരണത്തിന് അവിടെ വഖഫ് ചെയ്തു. നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യും, ശ്വാസം വിടാതെ ഓതാൻ കഴിയോ? ഇല്ലല്ലോ. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒന്ന് ശ്വാസം വിടും. ആ വിടുന്ന സമയത്ത് അവിടെ വഖഫ് ചെയ്യേണ്ടി വരും. അപ്പൊ വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി വഖഫ് നിർത്തുന്നതിനാണ് വഖഫ് ചെയ്യാന്ന് പറയാം. അപ്പൊ അവിടെ അവിടെ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുകയാണെങ്കിൽ അപ്പോ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം അല്ലേ. നീട്ടാനുള്ളതും തൻവീൻ ഫത്ഹ ഉള്ളതും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും, നീട്ടാനുള്ള സ്ഥലത്ത് അവസാനത്തെ അക്ഷരം നീട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തും പറയാം. അത് കണ്ടില്ലേ, അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ, അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അശ്റകൂ അശ്റകൂ എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. കാരണം കൂ എന്നുള്ളത് നീട്ടാനുള്ളതാണ്.
അവിടെ ഒരു വാവുണ്ടല്ലോ. അപ്പൊ ആ വാവ് എന്തിനുള്ളതാണ്? നീട്ടാനുള്ളതാണ്. അപ്പൊ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തെൻവീൻ ഫത്ഹുള്ള സ്ഥലത്തും 2 ഫത്ഹുള്ള സ്ഥലത്ത് അല്ലെ, ഡബിൾ ഫത്ഹ് വരുമല്ലോ, ആ സ്ഥലത്തും ഫത്ഹ് ആക്കിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഒരു അലിഫ് കൊടുത്തിട്ട് വഖഫ് ചെയ്യണം. ആ സ്ഥലത്തും നമുക്ക് പറയാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? സുക്കൂന് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പൊ വലതജിദന്നഹും അഹ്റസന്നാസ്, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. ആ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ, ഇവിടെ ഏതാണ്? ഷദ്ദുള്ള നൂന് കഴിഞ്ഞിട്ട് ഒരു അലിഫ് കാണുന്നില്ലേ? അതാണ് നീട്ടാനുള്ള അക്ഷരം. നീട്ടാനുള്ള അക്ഷരം ഏതാണ്? അലിഫുണ്ട്, യാ ഉണ്ട്, വാവുണ്ട്. അപ്പോ ഈ നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ തൊട്ട് അവസാനത്തെ അക്ഷരം ഉണ്ടല്ലോ, ആ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അഹ്റസന്നാസ്. അപ്പൊ മദ് അവിടെ ഒരു പുതിയ ഒരു മദ് വരാണ്. കൂടുതൽ നീട്ടിയല്ല, ആ നീട്ടുക മദ് എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടുക എന്നുള്ളതാണ് അല്ലേ? അപ്പോ മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. അപ്പൊ ഇവിടെ മദ്ദക്ഷരം ഏതാണ്? അലിഫാണ്. അപ്പോ അവസാനത്തെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതായി വരുന്ന സ്ഥലത്ത് അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെ ഒരു മദ്, പുതിയൊരു മദ് രൂപപ്പെടും. ഇല്ലെങ്കിൽ ആ മദ് ഉണ്ടാവില്ല. അഹ്റസന്നാസ് അല്പം നീട്ടി. ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാതിൻ വമിനല്ലദീന അശ്റകൂ. അവിടെ വഖഫ് ചെയ്യാത്ത കാര്യം കൊണ്ട് സാധാരണ ഒരു നീട്ടലേ നീട്ടിയിട്ടുള്ളൂ, അലിഫിന്റെ നീട്ടലേ നീട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നിർത്തുകയാണെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. അല വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാതിൻ വമിനല്ലദീന അശ്റകൂ. ഹയാ ലാ, ഹയവാത്തിൻ എന്ന് വായിക്കരുത്. ഹയാതിൻ വമിനല്ലദീന അശ്റകൂ. തൻവീന്റെ ശേഷം വാവ് വന്നു. വാവിലേക്ക് കൊടുക്കുക, മണിക്ക. ഹയാതിൻ വമിനല്ലദീന അശ്റകൂ. അവിടെ വഖഫ് ചെയ്തു അല്ലെ? വഖഫ് ചെയ്തപ്പോ നീട്ടാനുള്ളതാണ് അശ്റകൂ. അവിടെ അങ്ങനെ തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന. ലൗ യുഅമ്മറു എന്ന് പറഞ്ഞ പോലെ അല്പം മണിക്കണം. എന്താണ്? ഷദ്ദുള്ള മീം വന്നു. ഷദ്ദുള്ള മീം, ഷദ്ദുള്ള നൂന്, ഇതൊക്കെ എന്ത് ചെയ്യണം? മണിക്കേണ്ട സ്ഥലമാണ്. ലൗ യുഅമ്മറു അൽഫ സനതിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബ്. ബിമുസഹ്സിഹി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വമാ ഹുവ ബിമുസഹ്സിഹി. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഹി എന്നത് അല്പം നീട്ടിയിട്ടാണ് ഓതേണ്ടത്. ബിമുസഹ്സിഹിഹി. ഹി ഒന്ന് ഹി എന്നുള്ളതാണ്. ഹ ഹി അഹ് ല ഇഹ് റഹ്മാനിർ റഹീം. ഒന്ന് ഹ, മറ്റൊന്ന് ഹ ല ഇഹ്ദിനസ് സിറാത്തൽ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബ്. അവിടെ വഖഫ് ചെയ്തപ്പോ ശ്വാസം ഇങ്ങനെ അവിടെ എന്ത് ചെയ്തു? മുറിഞ്ഞു. അപ്പൊ ശ്വാസം മുറിയുന്ന സമയത്ത് വഖഫ് ചെയ്യണല്ലോ. മിനൽ അദാബ്. ബഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിൽ വരുന്നതാണ്. മിനൽ അദാബ് വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. അവിടെ എന്താണ്? ഷദ്ദുള്ള മീം ഉണ്ട് അല്ലേ? അൻ യുഅമ്മർ എന്ന് പറയാൻ പാടില്ല. എന്താണ്? സുക്കൂനുള്ള നൂന്. ഏതാണ്?
وما هو بمزحزحه من العذاب أن يعمر. ഇവിടെ എന്താണ്? സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. ഏതൊക്കെ നൂനിന്റെ നിയമങ്ങൾ? നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ ഒന്നാണല്ലേ. സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്തിലാബാണ്. ആ ചാർട്ടിലേക്ക് നോക്കുക. നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ചാർട്ടാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണത്? സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഏതാണോ അക്ഷരം വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഈ നൂനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ തെൻവീനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ നിയമം, അല്ലേ? സുക്കൂനുള്ള നൂനിന്റെ നിയമം എന്താണ്? നൂനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്തിലാബാണ്. ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റി കൊടുക്കുക, അവിടെ മീമാക്കി കൊടുക്കുക. നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് പറയാം. അതുപോലെ തന്നെ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാമും റാവും വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ, അല്ലെ? നൂനുണ്ട്, വാവുണ്ട്, മീമുണ്ട്, യാ ഉണ്ട്. ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ നേരെ നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക്, ഈ 4 അക്ഷരത്തിലേക്ക് ഏതെങ്കിലും ഒരു അക്ഷരത്തിലേക്ക് കൊടുക്കുക. ഇവിടെ പറഞ്ഞല്ലോ അൻ യുഅമ്മർ എന്നുള്ളതാണ്. നൂനിനെ യായിലേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? യാ കട്ടി കൂടും, നൂന് ഉച്ചരിക്കേ ഇല്ല. എന്നിട്ട് മണിക്കുക. അൻ എന്നുള്ളത് നൂനിനെ യായിലേക്ക് കൊടുക്കുക. അയ്യു മണിക്കും ചെയ്യാം. അയ്യു അമ്മർ എന്ന് പറഞ്ഞ പോരാ, മണിച്ചതില്ല, മണിക്കുകയും ചെയ്യണം. അയ്യു അമ്മർ. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഇദ്ഹാറിന്റെ 6 അക്ഷരങ്ങൾ ഹംസ, ആ, ഇ, ഉ. ഇതാണ് ഹംസ എന്ന് പറഞ്ഞ, അല്ലേ? അലിഫിന്റെ മുകളിൽ ചെറിയൊരു ഹംസ ഇട്ട് കാണ്ട് ആ, അല്ലെങ്കിൽ താഴെ ഇ, അല്ലെങ്കിൽ നൊമ്മിട്ട് കാണ്ട് ഉ. ഇനി ഫത്തും കസറും, പിന്നെ അലിഫില്ലാതെ ഹംസ, വെറും ഹംസന്റെ ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നം ഇട്ടുകൊണ്ട് ആ, ഇ, ഉ എന്ന് എഴുതിയാലും അതൊക്കെ എന്താണ്? ആ എന്നുള്ളതാണ്, ഹംസയാണ്. ഇതിന്റെ പേരെന്താണ്? ഹംസയാണ്. നീട്ടാൻ ഉപയോഗിക്കുന്നതാണ്, ഫത്ഹിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫാണ്. അതിന്റെ പേരാണ് അലിഫ് എന്ന് പറയുന്നത്. അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഉണ്ടെങ്കിൽ പിന്നെ അത് അലിഫ് അല്ല, അത് ഹംസയാണ്. അതൊന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നു, അല്ലെങ്കിൽ ഹ വന്നു, അല്ലെങ്കിൽ ഹ, അല്ലെങ്കിൽ ഹ, അല്ലെങ്കിൽ പിന്നെ ഐന്, അല്ലെങ്കിൽ ഗൈന്. ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഈ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അൻ എന്ന് പറയണം. അപ്പൊ നമുക്ക് ഓരോന്ന് സ്ഥലത്തെത്തുമ്പോൾ പറയാം. ഇപ്പൊ ഇവിടെ നൗമി എന്നുള്ളതാണ്. നൗമി, നൂന് വാവ് മീമ് യാ. അൻ യു അമ്മർ എന്നുള്ളടത്ത് യാ വന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഓതേണ്ടത്? അയ്യു അമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. 96-ാമത്തെ ആയത്താണ് ഇതുവരെ 1, അല്ലെ? ബസീറുൻ എന്ന തെൻവീൻ ഉണ്ട്, അല്ലെ? ആ തെൻവീന്റെ ശേഷം നേരത്തെ പറഞ്ഞ ബ വന്നു. അപ്പൊ നിയമം എന്താണ്? നൂനിനെ, തെൻവീനിനെ മാറ്റിയിട്ട് റുൻ എന്ന റുന്, റുൻ ഇതാണ് ഉച്ചാരണം. ബസീറുൻ റുന്, അല്ലെ? റുന്. ആ തെൻവീൻ ഉച്ചാരത്തിൽ വരുന്ന റുന്, ആ ഉച്ചാരത്തിൽ വരുന്ന നൂനിനെ മാറ്റി മീമാക്കണം. അപ്പൊ ഇങ്ങനെ ബസീറും, ബസീറു എന്നുള്ള റും എന്നാക്കുക. റും ബസീറും ബിമാ യഅമലൂൻ. ആ തൻവീനിനെ അല്ലെങ്കിൽ നൂനിനെ മാറ്റുന്നതിന്റെ പേരാണ് ഇഖ്തിലാബ് എന്ന് പറയാം. ബസീറും ബിമാ യഅമലൂൻ. ഒന്നുകൂടെ ഒന്ന് നോക്കാം. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. 97-ാമത്തെ പേജ്.
അല്ല 97-ാമത്തെ ആയത്ത്. قل من كان عدوا لجبريل فإنه نزله على قلبك. അവിടെ വഖഫ് ചെയ്താണ്ടില്ലേ, അലാ ഖൽബിക്. സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ള നീട്ടാനൊന്നില്ല. അപ്പൊ അതേപോലെ വഖഫ് ചെയ്താൽ മതി. നീട്ടാനൊന്നില്ല അല്ലേ, തൻവീൻ ഫത്ഹു ഇല്ല, നീട്ടാനും ഇല്ല, അവസാനത്തെ മുമ്പുള്ളതിന് നീട്ടാനും ഇല്ല അല്ലേ. അപ്പോ അലാ ഖൽബിക്, അലാ ഖൽബിക്. ഖുൽ ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ. ഞാൻ അവിടെ വഖഫ് ചെയ്തു. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ആ മദ് അവിടെ വരൂല. കാരണം ലാമിന് ഫത്ഹ് കൊടുത്തു, ലാമിന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമായ യാ ആണ്. അപ്പൊ പുതിയൊരു മദ് വരും എന്ന് പറഞ്ഞു. അത് എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ മദ്ദിന്റെ പേരാണ് മദ് ആരിദ്. ലി ജിബ്രീൽ. ഖുൽ മൻ കാന ഖുൽ മൻ കാൻ. ഞാൻ അവിടെ വഖഫ് ചെയ്തു, അപ്പോഴും മദ് വന്നു. നൂനിന് സുക്കൂൻ കൊടുത്തു, തൊട്ട് മുമ്പുള്ളത് അലിഫാണ്, നീട്ടാനുള്ള അലിഫാണ്. അവിടെയും എന്ത് വരും? മദ് ആരിദ് വരുന്നു. എവിടെ വഖഫ് ചെയ്യുമ്പോഴും ആ വഖഫ് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിദ് വരുന്നതാണ്. ഖുൽ മൻ കാന അദുവ്വ. അവിടെ വഖഫ് ചെയ്തപ്പോയോ അവിടെ തൻവീൻ ഫത്ഹ് ആണ്. തൻവീൻ കസ്റും തൻവീൻ ലമ്മും അങ്ങനെയല്ല, അവിടെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. തൻവീൻ ഫത്ഹ് ആണെങ്കിൽ, ഡബിൾ ഫത്ഹ് ആണ് വരുന്നതെങ്കിൽ അവിടെ അദുവ്വ, അദുവ്വ എന്നല്ല, അദുവ്വ ഒരു ചെറിയൊരു നീട്ടൽ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഖുൽ മൻ കാന. മൻ കാന എന്ന് പറയരുത്, ഇളാറിന്റെ അക്ഷരമല്ല. ഇളാറിന്റെ അക്ഷരം ഉള്ളോട്ട് മൻ എന്ന് പറയുകയുള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞ ഇഖ്ലാബിന്റെ ബ അല്ല, ഇദ്ഗാം ബിലാ ഗുന്നയുടെ ലാമും റാഉം അല്ല. ഈ അക്ഷരം ഓർമ്മയിലുണ്ടാകണം. അതുപോലെ തന്നെ നൗമി, ഇദ്ഗാം ബിഗുന്നയുടെ നൗമിയുമല്ല, ഇദ്ഹാറിന്റെ 6 അക്ഷരവുമല്ല. ബാക്കിയുള്ള 15 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ, ഇപ്പൊ ഈ പറയപ്പെടാത്ത 13 അക്ഷരം, ഇപ്പൊ പറഞ്ഞ 13 അക്ഷരം ഉണ്ടല്ലോ, ഈ 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരത്തിൽപ്പെട്ട ഏതക്ഷരം വന്നാലും അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. ചാർട്ടിലേക്ക് നോക്കണം. ഇഖ്ഫ ചെയ്യണേ. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? വെളിവാക്കുകയും ചെയ്യൂല, ഒഴിവാക്കുകയും ചെയ്യൂല. രണ്ടിന്റെയും ഇടയിലായിട്ട് മൻ എന്ന് പറയാതെ, മക്കാന എന്ന് പറയാതെ, ഒഴിവാക്കിയിട്ട് പറയാതെ, രണ്ടിന്റെയും ഇടയിലായിട്ട് മറച്ച് മണിച്ചുകൊണ്ട് പറയുക. മൻ കാന, മൻ കാന അദുവ്വൻ ലിജിബ്രീൽ. അവിടെ വഖഫ് ചെയ്യാതെ ഓതിയപ്പോൾ തൻവീൻ ഫത്ഹിന്റെ ശേഷം ലാമു വന്നു. നിയമം നോക്കണം. തൻവീന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ ലാമു വന്നാൽ, ലാമും റാഉം വന്നാൽ എന്ത് ചെയ്യണം? മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അദുവ്വൻ എന്ന് പറഞ്ഞ് അദുവ്വൻ എന്ന് പറയാതെ അദുവല്ലി, അദുവല്ലി. അവിടെ മണിക്കൊന്നും വേണ്ട, കട്ടി കൊടുക്കണം, ലാമിന് കട്ടി കൊടുക്കണം. കാരണം തൻവീനിൽ നിന്ന് ഒരു ഫത്ഹിനെയാണ് ഒരു അദുവൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ അവിടെ വരുന്നുണ്ടല്ലോ, അദുവൻ അല്ലേ, അദുവൻ. അവിടെ എന്തിട്ട് ഒരു നൂന് വരുന്നുണ്ട് ഉച്ചാരണത്തിൽ. ആ നൂനിന് ലാമിലേക്ക് കൊടുത്തപ്പോഴാണ് ലാമിന് കട്ടി കൂടിയത്, ശബ്ദ വന്നത്. അദുവല്ലി ജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്. ഫഇന്നഹു നസ്സലഹു. ഇവിടൊക്കെ നീട്ടാനുണ്ടല്ലോ അല്ലേ. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നസ്സല, വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ നസ്സലഹു അലാ ഖൽബിക്. അല്പം നീട്ടിയിട്ടാണ് ഓതേണ്ടത്. എന്താ കാരണം? ഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, ഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം അല്ലെ, തൊട്ടു ശേഷമുള്ള അക്ഷരം ഹു. നസ്സലഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ല എന്നുള്ളതാണ്. തൊട്ട് ശേഷമുള്ള ഐനാണ് അല്ലെ. രണ്ടിനും സുക്കൂനില്ല. രണ്ടാൽ ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹു എന്നത് നീട്ടുകയില്ല. ഇതാണ് നിയമം. എന്ത്? ഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമോ തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂന് ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. സുക്കൂൻ ഇല്ലെങ്കിൽ, രണ്ട് സ്ഥലത്തും സുക്കൂൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാ? അവിടെ നസ്സലഹു ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. അവിടെ വഖഫ് ചെയ്തു ബിഇദ്നില്ലാഹ്. ആ ഹാഇന് എന്ത് ചെയ്തു? സുക്കൂൻ കൊടുത്തു. അപ്പൊ അവിടെ
വഖഫ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പ് ല എന്നുള്ളതാണ്. ബിഇദ്നില്ലാഹ് അല്ലാഹ്, അല്ലാഹു എന്ന് വഖഫ് ചെയ്യുമ്പോൾ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് على فإنه نزله على قلبك بإذن الله متى لا على قلبك بإذن الله مصدقا. അവിടെ വഖഫ് ചെയ്തു തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹാണെങ്കിൽ ഫത്ഹാക്കിയിട്ടാണ് മുസദ്ദിഖ. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ തൻവീന്റെ ശേഷം ലാം വന്ന നിയമം നോക്കണം. ലാബ് വന്നാൽ എന്താ നിയമം? ഇദ്ഗാമും ബിലാ ഉന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക. ബിലാ ഉന്നത്ത്, ഉന്നത്ത് പാടില്ല, മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖൻ ലി കട്ടി കൊടുത്തിട്ടാണ് പറയേണ്ടത്. ശബ്ദുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അവിടെ വഖഫ് ചെയ്തപ്പോൾ അവിടെയും ഒരു മദ് വരുന്നുണ്ട്. രണ്ട് മദ് നമുക്ക് നോക്കിയാൽ കാണാത്ത രണ്ട് മദ്ദുകളുണ്ട്. മദ് ആര്യൽ പറഞ്ഞു, മദ് ലീനും ഇതുപോലത്തെ മദ്ദാണ്. മദ് നോക്കിയാൽ കാണുകയില്ല. എല്ലാം കൂടി എന്ത് ചെയ്യണ്ട, മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് മനസ്സിലാക്കിയ എന്താ തിരിയാത്ത പ്രശ്നം പിന്നെ ആർക്കും വരണ്ട. കാരണം എന്താ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോന്നായിട്ട് മെല്ലെ പഠിക്കാം. ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ബൈന യദൈഹി അവിടെ വഖഫ് ചെയ്തു അല്ലേ? ഹാഇന് സുക്കൂൻ കൊടുത്തു, ഹാഇന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് യാ ആണ്. യാ തൊട്ട് മുമ്പുള്ളത് യാ ഓ വാവോ വരികയും ആ യാവിനും വാവിനും അവിടെ സുക്കൂനായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ അല്പം നീട്ടിയിട്ടാണ് മദ്ദലീന് ബൈന യദൈഹി എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോ അവസാനത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് യാവും വാവും, അതിന് സുക്കൂനാണെങ്കിൽ ബൈന യദൈഹി. അതേപോലത്തെ വാക്ക് തന്നെയാണ് അതിന് മുമ്പുള്ള വാക്ക് അല്ലെ, ബൈന. ബൈന എന്നുള്ളടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുസദ്ദിഖൻ ലിമാ ബൈൻ, അവിടെ എന്താ അവസാനം സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ള യാ ആണ് അല്ലെങ്കിൽ വാവാണ്. ഇവിടെ ഇപ്പൊ യാ ഉള്ളത്, ഇനി വാവാണ് വരുന്നതെങ്കിൽ വാവിന് സുക്കൂനാണെങ്കിൽ അവിടെ എന്ത് വരും? മദ് ലീന് വരും. മദ് ലീന് എന്ന് പറയാം. ലീനിന്റെ അക്ഷരങ്ങൾ യാവും വാവും മാത്രമാണ്. വേറെ ഏതെങ്കിലും അക്ഷരമാണെങ്കിൽ അവിടെ നീട്ടൽ നീട്ടുകയില്ല. ബിഇദിൻ, ബിഇദിൻ അവിടെ കണ്ടില്ലേ, അവിടെ നീട്ടേണ്ട ആവശ്യമില്ല. ബിഇദിനി എന്നുള്ളടത്ത് കണ്ടേ, ബിഇദിനില്ലാഹ് അവിടെ എന്താണ്, നൂനിന് സുക്കൂൻ കൊടുത്തു. അവിടെ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട, വഖഫ് ചെയ്യേണ്ട ആവശ്യം. നമ്മളിങ്ങനെ ഓതിപ്പോവുക. എവിടെയാണോ ശ്വാസം മുട്ടുന്നത് അവിടെയാണ്, അതിനാണ് എന്ത് വഖഫ് എന്ന് പറയാം. അവിടെയാണ് നമ്മൾ നിർത്തുന്നത്. എങ്ങനെ നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ എവിടെയാണോ നിർത്തേണ്ട ആവശ്യം വരുന്നത് അവിടെയാണ് നമ്മൾ നിർത്തല്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഒന്ന് ഓതി നോക്കി. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. 98-ാമത്തെ ആയത്ത്. من كان عدوا لله وملائكته من كان ഇഖ്ഫായിന്റെ അക്ഷരമാണ്, നേരത്തെ പറഞ്ഞല്ലോ. അദുവല്ലി തൻവീന്റെ ശേഷം ലാം വന്നു. ഇദ്ഗാമും ബിലാ ഉന്ന, മണിക്കാതെ യോജിപ്പിക്കുക, കൂട്ടി യോജിപ്പിക്കുക. അദുവല്ലില്ലാഹി അദുവല്ലില്ലാഹി ലില്ലാഹി അവിടെ വഖഫ് ചെയ്യുമ്പോൾ ലില്ലാഹി എന്ന് പറയില്ല കേട്ടോ. ലില്ലാഹ് അദുവ്വൻ ലില്ലാഹ് മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി
وملائكته ورسله وجبريل ورسله وجبريل ورسله വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ വറുസുലിഹി വജിബ്രീല വമീകാൽ വമീകായിൽ എന്ന് പറയാൻ പാടില്ല. വമീകായില എന്നുള്ളടത്ത് അവിടെ പറഞ്ഞാൽ മതി. ഇവിടെ മീകായി എന്നുള്ള ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ജിബിരിയില വമീകായില എന്ന് ചിലപ്പോൾ അങ്ങനെ അറിയാതെ പോകാൻ സാധ്യത. കാരണം നമ്മളങ്ങനെ ജിബിരിയിൽ മീകായിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. وجبريل وميكال فإن الله عدو للكافرين. വമീകാല എന്നുള്ളതാണ് അല്ലേ, ശ്രദ്ധിക്കുക. അത് നിങ്ങളെന്നല്ല, ഞാൻ ഓതുമ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഇങ്ങനെ അത് പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. നൂനാണല്ലേ, അവിടെ എന്ത് ചെയ്യണം, നൂനാവുമ്പോ വായ തുറന്നിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നൂന് വായ അല്ലേ, അൻ എന്ന് പറയണമെങ്കിൽ വായ തുറക്കന്നെ വേണം. വായ തുറന്നാലേ അൻ എന്ന് പറയാൻ പറ്റുള്ളൂ. വായ പൂട്ടിക്കൊണ്ട് അൻ എന്ന് പറയാൻ പറ്റുമോ? അം എന്ന് പറയണമെങ്കിൽ വായ പൂട്ടിയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അം വായ പൂട്ടാതെ അം എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, കഴിയൂല. പക്ഷെ എന്ത് ചെയ്യും, ചിലപ്പോ നമ്മൾ ആ വായ പൂട്ടാതെ കാഫിരീന എന്നുള്ള കാഫിരീം എന്ന് മീമാക്കി പറയാൻ അറിയാതെ അങ്ങനെ ആയി പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ്. അല്ലാതെ നൂന് പറയണമെങ്കിൽ വായ തുറന്നിട്ടേ പറയാൻ കഴിയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ മീമ് പറയണമെങ്കിൽ വായ പൂട്ടിയിട്ടേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും മീമ് പറയാൻ കഴിയൂല. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും, മീമാണ് എന്ന് കരുതിയിട്ട് നൂനാകാനും നൂനാണ് എന്ന് കരുതിയിട്ട് മീമാകാനും സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. 99-ാമത്തെ ആയത്താണ് ഒന്ന്. 99. ولقد أنزلنا إليك آيات بينات ولقد أنزلنا إليك آيات بينات أنزلنا إخفاء أنزلنا إليك അവിടെ മദ് വന്നുല്ലേ. അൻസൽന മദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരത്തിന്റെ ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്. ഈ ഇടയിൽ വരുന്ന രൂപത്തിലുള്ള ഹംസ, അതിനാണ് മദ് മുൻഫസ്സിൽ എന്ന് പറയാം. ഒരേ വാക്കിന്റെ ഇടയിലാണ് വന്നതെങ്കിൽ അതിന് മദ് മുത്തസ്സിൽ എന്ന് പറയും. പക്ഷെ ഇവിടെ അവസാനം ഞാൻ എന്ത് ചെയ്ത് നീട്ടി. ഇലൈക്ക് നേരത്തെ പറഞ്ഞ മദ്ദാണ്. മദ് ലീന്. ഏതാ മദ്? മദ് ലീന്. കാഫിന് സുഖം കൊടുത്തു. തൊട്ട് മുമ്പുള്ള യാ ആണ്. യാ വരുന്ന സ്ഥലത്ത് മദ് ലീനിന്റെ അക്ഷരമാണ് യാ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇലൈക് വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത്. ഇലൈക എന്നുള്ളടത്ത് വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ മദ് വരൂല. വഖഫ് ചെയ്യുമ്പോഴേ രണ്ട് മദ് വരുള്ളൂ, മദ് ആരിലും മദ് ലീനും. ആയാതിൻ ബയ്യിനാത് അവിടെ മദ് ആരിൽ വന്നു അല്ലെ. അതിന്റെ മുമ്പ് ആയാത്തിൻ എന്ന തൻവീന് ശേഷം ബ വന്നു. അവിടെ എന്താണ്? ഇഖ്ലാബ് ചെയ്യണം. തിൻ എന്നുള്ള തിൻ ബയ്യിനാത് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. ബിഹാ അവിടെ മദ് മുൻഫസ്സിൽ വരുന്നുണ്ട്. ഒന്നുകൂടെ. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാത് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. 100-ാമത്തെ ആയത്താണ്. അവകുല്ലമാ ആഹദു അഹ്ദൻ നബദഹ്. തൻവീന് ശേഷം നൂന് വന്നു. ഉച്ചാരണത്തിൽ വരുന്ന തൻവീന്റെ ശേഷം പിന്നെ വരുന്നത് ന എന്നുള്ളതാണ് അല്ലെ. തൻവീന്റെ ശേഷമോ സുക്കുള്ള നൂന്റെ ശേഷമോ നൗമി നൂന് വാവ് മീമയാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക. അഹ്ദൻ നബദ മണിക്കും ചെയ്യാം. അഹ്ദൻ എന്ന് പറയാ, അതാണ് മണിക്കല്. അഹ്ദൻ
നബദഹു ഫരീഖും മിൻഹും ലെ അവിടെയും മീം വന്നു. അതിന്റെ ശേഷം സുക്കൂണിന്റെ നൂനിനെ കണ്ടില്ലേ? സുക്കൂണിന്റെ നൂനിന്റെ ശേഷം ഇളാറിന്റെ അക്ഷരമാണ്. ഇളാറിന്റെ അക്ഷരങ്ങൾ ഹംസ, ഐന്, ഗൈന്. ഇവിടെ ഹ വന്നു, ഇളാറിന്റെ അക്ഷരമാണ്. സുക്കൂണിന്റെ നൂനിന്റെ ശേഷം ഹ വന്നത് കൊണ്ട് മിൻ എന്ന് വ്യക്തമാക്കി പറഞ്ഞു. മിൻഹും ലെ അവിടെ മിൻഹും എന്ന് പറഞ്ഞു. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. മീമിന്റെ നിയമം വേറെയാണ്, തൻവീന്റെ നിയമം വേറെയാണ്. ഇപ്പൊ പറഞ്ഞതൊക്കെ സുക്കൂണിന്റെ നൂനിന്റെ നിയമങ്ങളാണ്. ഒന്നുകൂടെ നോക്കി. أَوَكُلَّمَا عَاهَدُوا أَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. 101-ാമത്തെ ആയത്ത് وَلَمَّا جَاءَهُمْ رَسُولٌ مِّنْ عِندِ اللَّهِ وَلَمَّا جَاءَهُمْ മദ്ദക്ഷരം കണ്ടില്ലേ? മദ്ദക്ഷരം മദ് വന്നത് അതേ വാക്കിലാണ്. ജാഅഹും ഒരേ വാക്കിലാണ് വന്നത്. ഇവിടെയാണെങ്കിൽ മദ് മുത്തസ്സിലാണ് അല്ലേ? വലമ്മ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹ്. ജാഅഹും മദ് മുത്തസ്സില്, റസൂലും ലെ തൻവീനിന്റെ ശേഷം മീം, നൗമി, നൂനെ വാവ് മീം യാ, നൂനെ വാവ് മീം യാ. തൻവീനിന് ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കണം. ഈ പറയപ്പെട്ട അക്ഷരമാണെങ്കിൽ നൗമി, ഇതിൽപ്പെട്ടതാണെങ്കിൽ കൂട്ടിയോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. റസൂലും മിൻ ഇൻദില്ലാഹ്. മിൻ എന്ന് വ്യക്തമായി, ഇൽഹാറിന്റെ നൂൻ എപ്പോഴും വ്യക്തമായി എന്നുള്ളതിൽ തെളിവെന്താണ്? അവിടെ സുക്കൂന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടോ? അവിടെ കണ്ടില്ല, സുക്കൂൻ കൊടുത്തില്ല, കണ്ടില്ലേ? അവിടെ എന്താ ഇതിനർത്ഥം? അവിടെ വ്യക്തമാക്കേണ്ട സ്ഥലമാണ് എന്നർത്ഥം. മിൻ ഇൻദി, അവിടെ കണ്ടില്ല സുക്കൂനുള്ള നൂന്, അവിടെ നൂനിന് സുക്കൂൻ കൊടുത്തില്ലല്ലോ. എന്താ കാരണം? അവിടെ വ്യക്തമാക്കാനുള്ള സ്ഥലമല്ല. പിന്നെന്താണ്? അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ്? ദാലാണ്. ദാല് വന്നാൽ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഈ പറയപ്പെട്ട 13 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമല്ല. 28 അക്ഷരമാണുള്ളത്. 28 അക്ഷരത്തിൽ 13 അക്ഷരമാണ് നിയമങ്ങൾ നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള 15 അക്ഷരം അതിന് പറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ഇഖ്ഫായിന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ മിൻ ഇവിടെ വ്യക്തമാക്കും. കാരണം ഐന് ഇളാറിന്റെ അക്ഷരമാണ്. മിൻ ല്ലേ? ഹംസ, ഐന് വന്നു. എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയാനും പ്രയാസക്കാണ്. കാരണം സുക്കൂണിന്റെ നൂനിന്റെ ശേഷം ദാല് വന്ന പിന്നെ ഇന്ദി എന്ന് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് അവിടെ ഇഖ്ഫ ആയിട്ടുള്ളത്. മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ്. أوتوا الكتاب الله أوتوا الكتاب كتاب الله أوتوا الكتاب. ഇവിടെ കണ്ടില്ല, വാവ് നീട്ടാനുള്ള വാവാണ് അല്ലേ? ഊത്തുൽ കിതാബ, ഊത്തുൽ എന്നാണ് വായിക്കേണ്ടത്. ഊത്തു എന്ന് വായിക്കരുത്. ഊത്തുൽ കിതാബ, ഊത്തുൽ കിതാബ കിതാബല്ലാഹ്. അവിടെ ഒരു അലിഫുണ്ട്. ഊത്തു കഴിഞ്ഞിട്ട് ഒരു വാവുണ്ട്, അതിന് ശേഷം ഒരു അലിഫുണ്ട്. ആ അലിഫിന്റെ മുകളിൽ ഒരു 0 ഉണ്ട് അല്ലെ? പിന്നെ സുക്കൂന് പോലത്തെ. അതിന് ശേഷം വസ്ലിന്റെ ഹംസയുണ്ട്. ഇതൊന്നും ഉച്ചരിക്കുകയില്ല. ഊത്തുൽ കിതാബ കിതാബല്ലാഹ്, ഊത്തുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം. വറാഅ ല്ലേ? മദ് മുത്തസ്സിലാണ്. كأنهم لا يعلمون. ഒന്ന് ഓതി നോക്കി. വലം. ഇനി ചിലതൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ പറഞ്ഞതൊക്കെ ഞാൻ ഏത് ക്ലാസ്സിന്റെയും തുടക്കത്തിലേ ഞാൻ കൂടുതലായിട്ട് പറയുകയുള്ളൂ. പിന്നെ ഇങ്ങനെ ഓതിപ്പോവലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഓതിപ്പോകുന്ന സമയത്ത്
പിന്നെന്ത് ചെയ്യുക, ബാക്കി എന്ത് ചെയ്യുക മനസ്സിലാക്കുക, എവിടെ ഏതൊക്കെ നിയമങ്ങൾ എന്ത് ചെയ്യുക നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ സംശയമുള്ള ഭാഗം എന്ത് ചെയ്യുക ഒന്ന് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇത്രാമത്തെ ആയത്തിൽ ഇന്ന ഭാഗം അവിടെ ഇന്നതല്ലേ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ഞാൻ ആൻസർ നൽകുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കും ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ കമനൊക്കെ ഒന്ന് വിടുക. കാരണം എല്ലാം കൂടി എല്ലാ ആയത്തും കൂടിയും പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ കുറഞ്ഞ ആയത്ത് നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏത് ക്ലാസ്സിനെ തുടക്കത്തിൽ കൂടുതലായിട്ട് പറയുകയും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദിവസം കേട്ടത് ചിലപ്പോൾ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്, ഓർമ്മയിൽ നിൽക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവുകയും പിന്നീട് ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. നമ്മുടെ പഴയ ഓത്തും പുതിയ ഓത്തും തമ്മിൽ മാറ്റം ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഴയ ഓത്തിൽ നിന്നും പുതിയ ഓത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പഴയ രൂപത്തിൽ നിന്ന് സാധാരണക്കാരായ ആളുകളുടെ ഓത്ത് ഒരു ചെറിയൊരു മാറ്റം വരുത്തണം. ഈ നിയമം നമ്മൾ എന്ത് ചെയ്യണം, പാലിച്ചുകൊണ്ടേ ഓതാൻ പാടുള്ളൂ. ഒരു വരി ആണെങ്കിൽ ഒരു വരി ശ്രദ്ധിച്ചുകൊണ്ടേ നമ്മളൊക്കെ ഓതാൻ പാടുള്ളൂ. അല്ലാഹു തആല ആ രൂപത്തിലൊക്കെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون 102-ാമത്തെ ആയത്ത്. واتبعوا ما تتلو الشياطين على ملك سليمان واتبعوا ما تتلو الشياطين കൂട്ടി വായിക്കേണ്ടത് واتبعوا ما تتلو എന്ന് പറയുന്നത് تتلو الشياطين. ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഉച്ചാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കഴിവിന്റെ പരമാവധി ഒന്ന് നന്നാക്കുക. നമ്മളെ ചെറിയ ഒരു ക്ലാസ് ആണ്, വളരെ വിശദമായിട്ടുള്ള ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ക്ലാസ് മാത്രമല്ല, കഴിവിന്റെ പരമാവധി മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും ഇതിനൊക്കെ പുറമെ ഈ ക്ലാസ് കേൾക്കുകയും ഒക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാണ് നമ്മളെല്ലാം പഠിച്ചു എന്നുള്ളതായ ഒരു തോന്നൽ ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പാരായണം തന്നെ നമുക്ക് പഠിച്ചാൽ നമുക്ക് തീരുകയില്ല. നമ്മൾ പറയുന്നതും അതുപോലെ തന്നെ ഇനി പറയാനുള്ളതും അതുപോലെ തന്നെ നമുക്കറിയാത്തതുമായ ധാരാളം കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ തന്നെ നമുക്കുണ്ട്, ധാരാളം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും കഴിവിന്റെ പരമാവധി നമ്മളെക്കൊണ്ടാവുന്ന രൂപത്തിൽ, എന്നെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ സഹായമാണ്. അപ്പൊ നമ്മൾ ഈ ഓത്തിങ്ങനെ പഠിക്കുമ്പോൾ അത്യാവശ്യം ഞാൻ തിരക്കടില്ല എന്ന തോന്നൽ ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് എനിക്കുമില്ല, നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല കഴിവിന്റെ പരമാവധി ഒക്കെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. واتبعوا ما تتلو الشياطين على ملك سليمان അവിടെ വഖഫ് ചെയ്തു, മദ്ദആരിൽ വന്നു തത്ലുഷ അവിടെ അല്ലേ, വാവ് പോയി അലിഫ് പോയി, അതിന് ശേഷം വസ്ലിന്റെ ഹംസയുണ്ട്. വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല. അതിന് ശേഷം ലാമുണ്ട്, ലാമിന് സുക്കൂനില്ല, അപ്പൊ ലാമും ഉച്ചാരണത്തിൽ വരില്ല. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമ് ഉച്ചരിക്കും. തത്തുലുൽ എന്ന് പറയും ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ. ഇവിടെ ലാമിന് സുക്കൂനും ഇല്ല അല്ലേ, അപ്പൊ അതൊക്കെ പോയി. അപ്പൊ എങ്ങനെ തത്തുലുശ്ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر ഇവിടെ വഖഫ് ചെയ്തപ്പോ റാഇന് സുക്കൂൻ ചെയ്തു അല്ലേ, തൊട്ട് മുമ്പുള്ള ഹ ആണ്, അതിന്റെ തൊട്ട് മുമ്പ് കസ്റാണ്.
സിഹിർ. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ സിഹിർ എന്ന് പറയരുത്, സിഹിർ. അഫ്ളല ദിക്ർ എന്ന് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫ്ളല ദിക്ർ എന്ന് പറയാൻ പറ്റില്ല. അഫ്ളല ദിക്ർ ഇങ്ങനെയല്ല ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് യുഅല്ലിമൂനന്നാസ സിഹിർ അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ യുഅല്ലിമൂനന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലകൈൻ وما أنزل على الملكين വഖഫ് ചെയ്തു അല്ലേ? വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യാ ആണ് മദ്. ഏതാണ്? ഓർമ്മയിലുണ്ടാവും. അലൽ മലകൈൻ ആ മദ് ഏതാണ് ഒന്ന് ഓർമ്മയിലുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ആ മദ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, യാ ആണ് വന്നതെങ്കിൽ യാവിന് സുക്കൂൻ ഉണ്ടെങ്കിൽ മദ് ഒരു പ്രത്യേക മദ്ദാണ്. ആ മദ്ദിന്റെ പേരെന്താണ്? മദ് ആരിദ് എന്ന് പറഞ്ഞു. അതിന്റെ പുറമെ വേറൊരു മദ് ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് وما أنزل على الملكين ببابل هاروت وماروت ആ കമന്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതുമ്പോൾ ആ എഴുത്ത് എന്നും ഓർമ്മയിലുണ്ടാവും അല്ലെ? നമ്മൾ എഴുതി പഠിച്ചതും അതുപോലെ തന്നെ പാടി പഠിച്ചതും ഒക്കെ രണ്ടിലും തമ്മിൽ മാറ്റം ഉണ്ടാവും. ഓതുകയും അതിന്റെ കൂടെ എഴുതുകയും കൂടി ചെയ്യുമ്പോൾ ആ എഴുത്ത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അപ്പൊ നീ ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ഒരു കമന്റ് ഒക്കെ വിടുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കമന്റിലൂടെ ഒരുപാട് കമന്റുകൾ വരികയും ആ കമന്റ് മുഖേന ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്താനൊക്കെ സഹായകമാവുകയും ഒക്കെ ചെയ്യും. അപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് ഉപകാരമാണ്. നിങ്ങളെ ലൈക്കും അതുപോലെ തന്നെ കമന്റും ഒക്കെ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ആളുകളിലേക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് ആളുകളിലേക്ക് ഇതെന്ത് ചെയ്യും, പിന്നെ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഒക്കെ ഗുണം ലഭിക്കുകയും അവരതനുസരിച്ച് ഓതുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഞാനിതിങ്ങനെ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങളത് ക്ലാസ് കേൾക്കുകയാണ്, നിങ്ങളതിൻ്റെ ഒരു പ്രചാരകരാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും. നമുക്ക് നല്ല നിയ്യത്തോടു കൂടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും അതുപോലെ തന്നെ ക്ലാസ് പറയുകയും ഒക്കെ ചെയ്യാം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആ രൂപത്തിൽ നല്ല ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും അതനുസരിച്ച് ഓതാനും പാരായണം ചെയ്യാനും ധാരാളം ഖത്മുകൾ തീർക്കാനും ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ഖത്മുകളും തീർക്കുന്ന രൂപത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയതാ പറഞ്ഞത്. പല പ്രാവശ്യം ആവർത്തിച്ച് ഓതുമ്പോൾ എത്രയാണ് ഖത്മുകൾ തീരുന്നത് എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ ഓരോരുത്തരുടെയും ആവർത്തനത്തിനനുസരിച്ചായിരിക്കും. അല്ലാഹു തആല ആ രൂപത്തിൽ മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർത്തീകരിക്കാനുള്ള തൗഫീഖ്, ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല എല്ലാ നിലക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. وما أنزل على الملكين ببابل هاروت وماروت وما يعلمان وما يعلمان من أحد حتى يقولا إنما نحن فتنة وما يعلمان من എന്ന് വ്യക്തമാക്കി. കാരണം ഹംസയാണ് ശേഷമുള്ളത്. അഹദിൻ എന്നുള്ളടത്തും വ്യക്തമാക്കി ഉച്ചാരണത്തിൽ കൊണ്ടുവന്നു. മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ. എന്തുകൊണ്ടാണ് തൻവീനിനെ വെളിവാക്കി നൂനിനെ വെളിവാക്കി? എന്താ കാരണം? ശേഷമുള്ളത് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഇദ്ഹാറിന്റെ അക്ഷരം ഒന്ന് പറഞ്ഞു നോക്കി. ഹംസ, ഹ, ഐന്, ഗൈന്. ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ ഈ ക്ലാസ്സിൽ പറയുന്നില്ല, നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഇന്ന് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഓർമ്മയിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ മദ് വന്നു. മദ് ലാസിമാണ്. അവിടെ ഒരു മദ് ഉണ്ട് അല്ലേ? മദ് ലാസിമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മദ്ദാണ്.
وما هم بضارين به من أحد إلا بإذن الله وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه വഖഫ് ചെയ്തു മദ്ദ ആരിൽ വന്നു ലമനിഷ് കൂട്ടി വായിച്ചു മദ്ദം അവിടെ പിന്നെ അവിടെ വസലിന്റെ ഹംസ ഒഴിവായി അല്ലേ കൂട്ടി വായിച്ചപ്പോ ലമനിഷ്തറാഹു മാലഹു ഫിൽ ആഖിറ ഹംസ ലാമിന്റെ ഇടയിലായി വന്ന ആ ഹംസ എന്ത് ചെയ്യണം നീട്ടണം ഫിൽ ആഖിറതി മിൻ ഖലാഖ് ولبئس ما شروا به أنفسهم لو كانوا يعلمون واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. 103 ولو أنهم آمنوا واتقوا لمثوبة من عند الله خير. ഇവിടെയും വഖഫ് ചെയ്യുമ്പോൾ ഖൈർ ഇവിടെ തർക്കീഖാക്കിയാണ് റാഇനെ ഉച്ചരിക്കേണ്ടത്. റാഇന് സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പുള്ള യാ വന്നു, സുക്കൂനുള്ള യാ വന്നു, അതിന്റെ മുമ്പ് ഫത്ഹാണ് വന്നതെങ്കിൽ ഖൈർ ലൗ കാനൂ യഅലമൂൻ. 103 ആയത്തില്ലേ നോക്കി ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. 104 يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا. يا أيها الذين آمنوا لا تقولوا അലിഫ് കണ്ടില്ലേ? ആ അലിഫിന്റെ മുകളിൽ ഒരു വട്ടപ്പൂഞ്ഞ് കണ്ടില്ല, അതൊന്നും ഉച്ചരിക്കുകയില്ല. لا تقولوا راعنا وقولوا انظرنا വയ്ക്കരുത്. വഖൂലു ഖു എന്നത് നീട്ടുകയുള്ളൂ, ലു എന്നത് നീട്ടുകയില്ല. വഖൂലും അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാ വന്നു, ഇഖ്ഫാന്റെ അക്ഷരമാണ്. وقولوا انظرنا واسمعوا وللكافرين عذاب أليم.
നോക്കി يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم 105-ാമത്തെ ആയത്താണ് ما يود الذين വഖഫ് ചെയ്യുമ്പോൾ നോക്കണം ما يود الذين كفروا വഖഫ് ചെയ്തു ما يود الذين كفروا من أهل വഖഫ് ചെയ്തു من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم സുക്കൂണിന്റെ നൂന്റെ ശേഷം റാ വന്നു. നേരത്തെ പറഞ്ഞ ലാമും റാവും വന്നാൽ ഇദ്ഗാം ബിലാ ഉന്നിയാണ്. മിൻ റബ്ബിക എന്ന് പറയരുത്, മിൻ റബ്ബിക്കും. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. 105-ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കി. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. ما ننسخ من آية أو ننسها ما ننسخ ما ننسخ من آية വെളിവാക്കി ആയത്തിൻ എന്താ കാരണം ഹംസ വന്നു. ഔ നുൻസിഹ ഇഖ്ഫ ചെയ്യണം. സീൻ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ അല്ലേ? ബാഉം ലാമും റാഉം നൗമി ഹംസ ഹ ഖ ഐൻ ഗൈൻ ഇതല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും ഇഖ്ഫ ചെയ്യണം. സീനയിൽ പെട്ടതാണ്. ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ ما ننسخ من آية أو ننسها نأتي بخير منها. അവിടെ നിർത്തിയപ്പോൾ മദ് ഒഴിവായി, സാധാരണ മദ്ദേ ഉള്ളൂ. ഔ മിസ്ലിഹ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഖദീർ എന്ന് പറയരുത്. ഖദീർ തർഖീഖാക്കിയാണ് ഓതേണ്ടത്. ബസീർ, നകീർ. സൂറത്തുൽ മുൽക്കിലുണ്ടല്ലോ, തബാറക സൂറത്തില് ഏകദേശം ഇതിന്റെ അവസാനത്തിലൊക്കെ തുടക്കത്തിലുള്ള ഫസ്റ്റ് പേജിലൊക്കെ വരുന്നതൊക്കെ എന്താണ്? നകീർ. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അവിടേക്ക് എന്താണ്? തർഖീഖാണ് വരുന്നത്. അപ്പോ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ ما ننسخ من آية أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير
وما لكم من دون الله من ولي ولا نصير. നസീർ തർക്കീക്ക് ചെയ്യണം. وما لكم ഇദ്ഗാം ചെയ്യണം. മിൻ ദൂനില്ലാഹ് മിൻ വലിയ്യിൻ വലാ നസീർ. ഓതി നോക്കി. ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. 107 ആയത്തുകളാണ് ഇതുവരെ ഓതിയത്. ഇൻഷാ അല്ലാഹ് 95 മുതലാണ് തുടങ്ങിയത് ഇന്നത്തെ ക്ലാസ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതുവരെ ഓതിയത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أَوَكُلَّمَا عَاهَدُوا أَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. وَلَمَّا جَاءَهُمْ رَسُولٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِمَا مَعَهُمْ نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. يا أيها الذين آمنوا لا تقولوا راعنا
يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم ما ننسخ من آية أو ننسها نأتي بخير منها أو ننسها نأتي بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير صدق الله അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലതും പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ലൈക്ക് ചെയ്യാത്ത ആളുകൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അള്ളാഹു തആല നാം ഈ പറഞ്ഞതും കേട്ടതും ഓതിയതൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലവിധ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, കുടുംബത്തിലെ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസങ്ങൾ, കടമുള്ളവർ, ഇങ്ങനെ തുടങ്ങിയ രോഗമുള്ളവർ, പ്രയാസം, ഇങ്ങനെ പല നിലക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ നല്ല ഇണകളെ കിട്ടാൻ വേണ്ടിയൊക്കെ പലരും ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ട്, ഉംറക്കൊക്കെ പോകാൻ ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ട്. പല നിലക്കും പ്രയാസങ്ങൾ, അതുപോലെ തന്നെ പോകാൻ പ്രയാസപ്പെടാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരൊക്കെ ഉദ്ദേശിച്ചതുപോലെ, നമ്മളൊക്കെ ഉദ്ദേശിച്ചതുപോലെ എല്ലാം പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകാൻ ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ട്, പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ വഴികളും എത്രയും പെട്ടെന്ന് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എനിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അതുപോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹു തആല ഒരുപാട് ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ട്. എല്ലാം അല്ലാഹു തആല പരിപൂർണമായിട്ടും കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, അവരൊക്കെ ഹദറത്തിലേക്ക് നിനക്ക് മിസ്ല സവാബിനെ എത്തിച്ച് അവർക്ക് എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവിധ ശാരീരിക, മാനസികമായ, പൈശാചികമായ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി അല്ലാഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യത്തും എല്ലാ നിലക്കും, എല്ലാ രാജ്യങ്ങളിലും, മുഴുവൻ രാജ്യങ്ങളിലും, മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാഷ്ട്രങ്ങളിലൊക്കെ എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലുള്ള ആളുകൾക്കൊക്കെ ആ നാട്ടിന് എല്ലാ നിലക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈത്തുൽ മഖ്ദിസ് അതൊക്കെ അല്ലാഹു തആല എല്ലാ നിലക്കും സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഴയ പ്രതാപം ഇവിടെ നിലനിൽക്കണം. അല്ലാഹു തആല എല്ലാ നിലക്കും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ നിലക്കും പ്രയാസമില്ലാതെ, നമ്മളെ കൊണ്ട് ആർക്കും പ്രയാസമില്ലാതെ, മറ്റുള്ളവരെ കൊണ്ട് നമുക്കും പ്രയാസമില്ലാതെ ജീവിക്കാൻ, നമ്മുടെയൊക്കെ മൈശത്തിലൊക്കെ എല്ലാ നിലക്കും ബറക്കത്ത് കിട്ടുവാനും അല്ലാഹു തആല എല്ലാ നിലക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനേ റബ്ബേ, ഞങ്ങൾ ഈ ഓതിയ പരിശുദ്ധ ഖുർആന്റെ ഒക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെല്ലാ കാര്യവും ഏറ്റെടുത്തിന് സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രയാസങ്ങളും നീക്കി ഞങ്ങൾക്ക് നീ എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനേ റബ്ബേ, ഞങ്ങളെ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ നല്ല
റാഹത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാൻ. അതിനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണം റഹ്മാൻ. മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്ക് മരണപ്പെട്ടവർക്ക് നീ എല്ലാ നിലക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇതിനൊക്കെ ഒരു വെളിച്ചം അവരുടെ ഖബറിലേക്ക് നീ ഇതിന് മിസ്ല സവാബിനെ നീ എത്തിച്ച് അവർക്ക് എല്ലാ നിലക്കും നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവിടുത്തെ വഫാത്തിന്റെ മാസമാണ്. അവിടുത്തെ ഹളറത്തിലേക്ക് അവിടുത്തെ പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ പൊരുത്തം നൽകണേ റഹ്മാനെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്ന വഇലൈക്കൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.